നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഞങ്ങൾ കുറേ വർഷമായി ഈ തലസ്ഥാനം മധ്യ കേരളത്തിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചെറുതും വലുതുമായ പല പ്രചരണ പരിപാടികളും ബോധവൽക്കരണ ക്ലാസ്സുകളും. എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തലസ്ഥാനം മധ്യ കേരളത്തിൽ മാറ്റുമെന്നെ കുറിച്ച് 10-30 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അതിന് ജനങ്ങൾ അനുകൂലമായിട്ടൊക്കെയാണ് നടപടിച്ചിരിക്കുന്നത്. ആലപ്പുഴ മുതൽ വടക്കോട്ടുള്ള 115 മണ്ഡലങ്ങളും അതിന് താല്പര്യമാണ്. പക്ഷേ അവർ ഇലക്ഷൻ നേരിട്ട് കഴിഞ്ഞാൽ അതിനെതിരെ നിൽക്കുന്നവർ കെട്ടിവെച്ച കാശ് കിട്ടില്ല. അതൊക്കെ സത്യമാണ്. എങ്കിലും ഞങ്ങളുടെ ഗ്രൂപ്പും മറ്റു ചില ഗ്രൂപ്പുകളും വളരെ ആഴത്തിലും ശാസ്ത്രീയമായും പഠിച്ചപ്പോൾ, അല്ലെങ്കിൽ പഠിച്ചതിന് ഫലമായിട്ട് മധ്യ കേരള തലസ്ഥാനവും ഉത്തര കേരള സംസ്ഥാനവും പ്രായോഗികമല്ല എന്ന് ഒരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റ് വേയിൽ അവരും ചിന്തിക്കുന്നത് ഇത് തന്നെയാണ്, തലസ്ഥാനം മാറ്റുന്നത്. തലസ്ഥാനം മാറ്റുക എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാർ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയക്കാർ ഇവരെല്ലാം തിരുവനന്തപുരത്ത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തലസ്ഥാനം അതേ നിലയ്ക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ധരിക്കുന്ന കൂടുതൽ ചില ബുദ്ധിമുട്ടുകളോ കാലതാമസമോ വരാം. അതുകൊണ്ട് വളരെ ആത്യന്തികമായിട്ട്, അല്ലെങ്കിൽ വളരെ ആഴത്തിൽ ശാസ്ത്രീയമായിട്ട് പഠിച്ചതിൽ നിന്നും മനസ്സിലാകുന്ന ഒരു കാര്യം വളരെ സിമ്പിളാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാം. തലസ്ഥാനം മധ്യ കേരളത്തിലും പിന്നെ ഉത്തര കേരള സംസ്ഥാനവും ഇത് രണ്ടും പ്രാക്ടിക്കലല്ല. മറിച്ച് സെക്രട്ടേറിയറ്റിൻ്റെ ഒരു അനക്സ് മധ്യ കേരളത്തിൽ തുടങ്ങിയാൽ ഇന്ന് അവിടെ അനുഭവിക്കുന്ന ആ ശക്തമായ തിരക്കും അതുമൂലം ഉണ്ടാകുന്ന ബ്ലോക്കും എല്ലാം മാറിക്കിട്ടും. അവിടെ നിൽക്കേണ്ട ബിസിനസ്സുകാർക്കും രാഷ്ട്രീയക്കാർക്കും ജോലിക്കാർക്കും എല്ലാം അവിടെ തന്നെ നിൽക്കാം. അല്ലാത്തവർക്ക് ഒരു പകുതിയോളം ആൾക്കാർക്ക് വടക്കോ മലബാറിലേക്കോ അല്ലെങ്കിൽ വടക്കോട്ടോ അല്ലെങ്കിൽ എറണാകുളത്തേക്കോ മാറേണ്ടവർക്ക് ഇങ്ങോട്ടും മാറുകയും ചെയ്യാം. അപ്പോൾ പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ ബി പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം നമുക്കെതിരെ വരുന്ന കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുക. അതാണ് മാനവധർമ്മം, മനുഷ്യധർമ്മം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ശ്രമം നടത്തി, അത് തെറ്റൊന്നുമില്ല. കാരണം വീശിയോട് തപ്പാൻ പറ്റുള്ളൂ, തപ്പിക്കൊണ്ട് വീശാൻ പറ്റില്ലല്ലോ. അതുപോലെ നമ്മൾ വീശി ഒരു 8 വർഷം അതിനെക്കുറിച്ച് തിരിച്ചും മറിച്ചും പല രീതിയിലും പഠനം നടത്തി, പ്രചരണം നടത്തി, എല്ലാം ചെയ്ത് ആശയപരമായിട്ട് അത് ഉൾക്കൊണ്ട് ജനങ്ങൾ. പക്ഷേ കുറച്ചുകൂടി ഇടിച്ചിനെ അരിച്ചു പോലെ ഇതാകുമ്പോൾ കുറച്ചുകൂടി സൗകര്യവും ഭംഗിയും തിരുവനന്തപുരത്തുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് കുറച്ചുകൂടി ആശ്വാസവും താല്പര്യവും ഈ രീതിയായിരിക്കും. അതുകൊണ്ട് ഞങ്ങളെടുത്ത തീരുമാനം ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ ഇതെല്ലാം പറഞ്ഞ് ചേർന്നാണ്, എങ്കിലും ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതാണ് തീരുമാനം. സെക്രട്ടേറിയറ്റിൻ്റെ ഒരു അനക്സ് കേരളത്തിൽ മധ്യഭാഗത്ത്, അതിൽ എറണാകുളത്തിലും തൃശ്ശൂരും എടുക്കാണ് ഉദ്ദേശിക്കുന്നത്. അത് കുറച്ചുകൂടി പറഞ്ഞാൽ അങ്കമാലിക്കും ചാലക്കുടിക്കടുക്ക് കുറേ സ്ഥലം കണ്ടിട്ടുണ്ട്. കാരണം കുറേ സ്ഥലം കണ്ടിട്ടുണ്ട്. അതൊക്കെ ആ കമ്മിറ്റി ചെയ്യട്ടെ, അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ്. തന്നെയുമല്ല, അതിൻ്റെ നോട്ടീസിൽ പറയുന്ന ഒരു ഫോട്ടോ, ഇത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നതും അതിനുവേണ്ടി മുൻകൈ എടുത്തതും വിജയിക്കാതെ പോയ ഒരു സംഭവം നമ്മുടെ ലീഡർ കെ കരുണാകരജിയാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കൂടി ആ നോട്ടീസിൽ വച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആ നടക്കാതെ പോയ ആഗ്രഹം നടത്തിയെടുക്കുക, അതിനുവേണ്ടി നമ്മൾ മുൻകൈ എടുക്കുക, ശ്രമിക്കാനുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം ഔദ്യോഗികമായിട്ട് പാർട്ടിയും ഈ കമ്മിറ്റിയും എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ ബോംബെയിൽ നമ്മൾ കൂടാൻ തീരുമാനിച്ചിരുന്ന അത് കോൺഗ്രസിൻ്റെ 140-ാം വാർഷിക ദിനമായ ഡിസംബർ 28 ഞായർ 3 മണിക്ക് ബോംബെയിൽ കൂടാൻ വെച്ചിരുന്ന ആ സെമിനാറും വളരെ വിപുലമായ സെമിനാറും തൽക്കാലം അവിടെ നിന്ന് മാറ്റി സെമിനാർ മാറ്റി അതേ ഡിസംബർ 31 ബുധനാഴ്ച 3 മണിക്ക് അങ്കമാലിയിൽ ഒരു ജനസംഗമം നടത്താൻ പരിപാടിയുണ്ട്. അത് നിങ്ങൾ എല്ലാവിധ സഹായ സാധനങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ കാര്യം നിർത്തുകയാണ്. മറ്റൊന്ന് അല്പം ഗൗരവമുള്ള കാര്യമാണ്, വളരെ ആധികാരികമായിട്ട് പറയേണ്ട കാര്യമാണ്. പക്ഷെ ഞങ്ങൾ ഈ വിഷയം വർഷങ്ങളുടെ പഠനത്തിൽ നിന്നും മനസ്സിലാക്കണം. ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാക്കളിൽ നമുക്ക് 3 പ്രധാന നേതാക്കളെ അടുത്ത കാലത്തുണ്ടായത്. കരുണാകരന് ശേഷം ഒന്ന് ഉമ്മൻചാണ്ടി, കെ എം മാണി സാറ്, ഉമ്മൻചാണ്ടി സാറ്, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാറ്. അതിൽ കുഞ്ഞാലിക്കുട്ടി സാറ് മാത്രം ജീവിച്ചിരിക്കുന്നത്, ബാക്കി രണ്ടുപേരും മരിച്ചുപോയി. അപ്പോൾ അത് കുഞ്ഞാലിക്കുട്ടി സാറിനോട് അല്ലെങ്കിൽ സാഹിബിനോട് കിടപിടിക്കാവുന്ന ഒരു രാഷ്ട്രീയ നേതാവും ബുദ്ധിയിലും സമ്പത്തിലും തന്ത്രത്തിലും ഒക്കെ വേറൊരാൾ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പില്ല. പൊളിറ്റിക്സിൽ അത് UDF പൊളിറ്റിക്സ്, LDF പൊളിറ്റിക്സ് വേറെയാണ്. പക്ഷെ അതിൽ അവർക്കൊരു തടസ്സം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, ഇന്ന് കേവലം 9% മാത്രമുള്ള നായർ വിഭാഗത്തിൽ വരുന്ന VD സതീശൻ, ആ 9% നായർ വിഭാഗത്തിൽ നിന്ന് അത് 50% വോട്ടും കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ വരെ BJP കൊടുത്തിരുന്നത്. ഈ വരുന്ന 26 അസംബ്ലി ഇലക്ഷനിൽ ഒരു 70% വോട്ടും BJP കൊടുക്കും. കാരണം ഞാൻ കണക്കിൽ ഉദ്ദേശിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ NS നേതാവ് പോലും ഇപ്പോൾ പരസ്യമായിട്ട് BJPക്ക് ഏതാണ്ട് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ആകെ ഉള്ള വോട്ടിൽ 3% എന്ന് പറഞ്ഞാൽ 30% എന്ന് പറഞ്ഞാൽ ആകെയുള്ള വോട്ടിൽ ഞാൻ പറഞ്ഞില്ല 110 വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ട് മാത്രമാണ് നായർ വിഭാഗത്തിന് UDFന് കിട്ടുന്നത്. ഞാൻ മറ്റു കാര്യങ്ങൾ പിന്നെ ഇപ്പം തന്നെ പറയാം. ആകെ പോൾ ചെയ്ത വോട്ടിൽ 110 വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് നായർ വിഭാഗത്തിന് UDF കിട്ടുന്നതെങ്കിൽ ആ വിഭാഗത്തിൻ്റെ നേതാവാണെന്ന് VD സതീശൻ, പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഐക്യമുന്നണിയുടെ ചെയർമാൻ, രണ്ടും ഒന്നാം തന്നെയാണല്ലോ. കേവലം പ്രായം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ യുക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ പണം കൊണ്ടോ ഒന്നും കുഞ്ഞാക്കാട് അടുത്തുപോലും വരാൻ സാധ്യയില്ലാത്ത VD സതീശന്റെ മുൻപിലാണ് ലോകമറിയുന്ന PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് തല കുനിക്കേണ്ടി വന്നത്. അതിൽ മുസ്ലിം ലീഗ് അനുഭാവികൾക്കും മുസ്ലിങ്ങൾക്കും പിന്നീട് ലീഗിനും ഒക്കെ അമർഷമുണ്ട്. കോൺഗ്രസ് നല്ല വിഭാഗം അമർഷമുണ്ട്. എന്തുകൊണ്ടാണെന്നറിയുമോ? ഇപ്പോൾ അൻവർ ചെയ്തതെല്ലാം ശരിയാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അറ്റ് എനി കോസ്റ്റ് ഇന്നത്തെ സാഹചര്യത്തിൽ അൻവറിനെ പുറത്ത് വിടാതെ കൂട്ടത്തിൽ നിർത്താൻ പറ്റാതില്ല. അതാണ്, അല്ലാതെ സതീശൻ്റെ 100% തെറ്റുന്നില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ എന്താ ചെയ്യുക? അൻവറിനെ പുറത്തു വിടാതെ UDFന്റെ വലയത്തിൽ നിർത്തേണ്ടിയിരുന്നു. അത് നിർത്താനുള്ള യുക്തിയും തന്ത്രവും കഴിവും ബുദ്ധിയും കാണിക്കാത്തതിന് പേരിലും കുഞ്ഞാക്കയുടെ ഗ്രൂപ്പും അത് പറഞ്ഞിട്ട് പുള്ളിക്ക് മനസ്സിലാക്കാൻ പറ്റിയ പേരിൽ അതിലാണ് നീരസമുള്ളത്. അതെന്താണ് കുഞ്ഞാക്ക പരിഹാരം? നിങ്ങൾ വലിയ ബുദ്ധിമാനൊക്കെയാണ്, നല്ല എന്നെ അപേക്ഷിച്ച് നിങ്ങൾ പോയിട്ട് ഒരു ബന്ധമില്ല, ഞാൻ ഒരു ബന്ധമില്ല, എല്ലാ നിലക്കും ഞാൻ വളരെ താഴെ കിടക്കാൻ നിങ്ങൾ വള്ളമില്ല. ഇതാ കേട്ടു സംഭവം. 40% വരുന്ന മുസ്ലിം സമുദായത്തിന് മുഖ്യമന്ത്രി വേണ്ട എന്നാണ് കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ ആവശ്യപ്പെട്ടും പറഞ്ഞതും. നായരോ ഈഴവനോ ദളിതോ ക്രിസ്ത്യാനിയോ ആരും മുഖ്യമന്ത്രി ആയിക്കോട്ടെ, 40% വന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾ ആരും, ലീഗ് ഉൾപ്പെടെ ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം അതിൽ നിന്ന് മാറ്റിയിട്ട് പുതിയൊരു ഫോർമുല പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അതെന്തറിയുമോ? ഇന്ന് ഈ സതീശൻ്റെയൊക്കെ മുൻപിൽ പോയി മുട്ടുകുത്തുന്ന കുഞ്ഞാക്കക്ക് മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി ആകാനുള്ള എല്ലാ അർഹതയുണ്ട്, യോഗ്യതയുണ്ട്, അവകാശമുണ്ട്, അവസരമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് 40% എന്ന മുസ്ലിം സമുദായത്തിന് മുഖ്യമന്ത്രി വേണ്ട, അത് നിങ്ങളെടുത്തോ. പക്ഷേ നിങ്ങളിത്
അവകാശമായിട്ട് കണക്കാക്കരുത്, ഔദാര്യമായിട്ട് കണക്കാക്കണം. അതിൻ്റെ കണക്കിലും പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് മനസ്സിലാക്കിയില്ല. അവരുടെ കുഞ്ഞാക്കേട് പറയാണ്. നിങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നത്, ഞാൻ വീണ്ടും പറയണം, മുസ്ലിം എന്ന വാക്കിനും മുസ്ലിം സമുദായത്തിനും മതത്തിനും യാതൊരു പോരായില്ല. ലോകത്ത് മറ്റേതൊരു മതത്തേക്കാൾ ഒപ്പം ഒരു പിടി മുന്നിലുമാണ്. ഏറ്റവും വലിയ തെളിവ് കഴിഞ്ഞ ദിവസം ഹജ്ജിൻ്റെ വേള നിങ്ങൾ കണ്ടില്ല. ഹജ്ജിൻ്റെ വേള ലിബിയയിൽ വന്ന ഒരു ഹാജി അദ്ദേഹത്തെ വിമാനത്തിൽ കയറ്റില്ല. 2 പ്രാവശ്യം വിമാനം മടങ്ങി വന്ന് കേടായിട്ട്. 3ാമത് പ്രാവശ്യം വന്നപ്പോൾ പൈലറ്റ് പറഞ്ഞ് ആ മനുഷ്യരുടെ കയറ്റിയാലേ ഈ വിമാനം പോളൂ. അങ്ങനെ ആ മനുഷ്യരുടെ ഹജ്ജ് കൊണ്ട് ഇതൊക്കെ പറഞ്ഞ സത്യമാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇസ്ലാം മതം മുസ്ലിം മതം മറ്റൊരു മതത്തേക്കാൾ മോശമല്ല, മാത്രമല്ല വേണമെങ്കിൽ ഒരുപടി മുമ്പിലാണ്. അത് മുസ്ലിം ഒരു കുഴപ്പമില്ല, ആ പദത്തിനുമില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ അത് ഭൗതികമാണ്, ആത്മീയമല്ല. ആത്മീയമായിട്ട് മുസ്ലിം യാതൊരു പോരാകില്ല. പക്ഷെ ഭൗതിക രാഷ്ട്രീയത്തിൽ ആ ജാതി പേര് വച്ചാൽ നിങ്ങൾക്ക് തല കുനിക്കേണ്ടി വരുന്നു. ഒന്നുമില്ലാത്ത VD സതീശൻ്റെ മുന്നിൽ പോലും നിങ്ങൾ തല കുനിച്ചില്ലേ? ഇപ്പം കേട്ടത് കളിക്കണല്ലേ അൻവർ, എന്തൊക്കെ കളി കളിക്കണം അൻവർ. VD സതീശനും UDFനും എല്ലാവരും കടിച്ച് ഇതാണ്. അപ്പം അതുകൊണ്ട് കുഞ്ഞാക്കാരുടെ കാര്യം പ്രത്യേകം പറയണം. തങ്ങളിപ്പോൾ പിന്നെ ഹജ്ജിന് പോയി മക്കത്താണ്. ഏതായാലും 10-15 ദിവസം വരും. ഒരു 10 ദിവസം പോലും വേണ്ട. 7-ാം തീയതി പെരുന്നാളാകുമ്പോൾ ഒരു 11-12 തീയതി എത്തും. എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു തീരുമാനത്തിലെത്തണം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നതിലും മുസ്ലിം എന്ന പേര് മാറ്റി ഇന്ത്യൻ യൂണിയൻ ലീഗോ ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ദേശീയ ബാധ്യതയുള്ള ഒരു പേര് സ്വീകരിച്ച് നിങ്ങൾ മുഖ്യമന്ത്രിയാകണം. നിങ്ങൾ നയിക്കണം, നിങ്ങൾ നിയന്ത്രിക്കണം. ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മുസ്ലിം ലീഗ് പിന്നെ UDFനെ വിഴുങ്ങുന്നു, അല്ലെങ്കിൽ ഹൈജാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കീഴ്പ്പെടുത്തലെന്ന് പറഞ്ഞത്. കുത്തകയാണെന്നൊക്കെ പറയും. അതുകൊണ്ട് നിങ്ങൾ ഇനി ആരാകണം? മുഖ്യമന്ത്രിയായിട്ട് നിൽക്കണം. നിങ്ങൾ വിധേയരല്ല, നിങ്ങളതിൻ്റെ നേതൃത്വം വഹിക്കണം. അത് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ് മുസ്ലിം എന്ന പേര് മാറ്റി ഇന്ത്യൻ യൂണിയൻ ലീഗെന്നോ ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗെന്നോ. വളരെ ശ്രദ്ധിക്കണം. ബി കെയർഫുൾ. ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ വേൾഡ്. കേരളത്തിൽ വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെടാം? കണക്കുകൾ ഉദ്ധരിച്ചു കേരള രാഷ്ട്രീയം. പല പ്രാവശ്യം പതിൽ വേഗം പറയാണ്. കേരള രാഷ്ട്രീയം ആകെ പ്രധാനപ്പെട്ട സമുദായങ്ങൾ ഈഴവൻ 23%, ക്രിസ്ത്യൻ 16%, പക്ഷേ 10% ബാക്കി 6% കൺവെർട്ട് ക്രിസ്ത്യനാണ്. ദളിതുകൾ 12%, ട്രൈബ് ആൻഡ് പിന്നെ പട്ടികവർഗം പട്ടികജാതി. ഈഴവൻ ഞാൻ പറഞ്ഞ്, പിന്നെ നായർ 9% പറഞ്ഞു. ഇതൊക്കെ വച്ച് നോക്കുമ്പോഴും ഏതാണ്ട് നായരുടെ വോട്ട് ഞാൻ പറയില്ല, 110 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് UDFന് കിട്ടുന്നത്. 100 വോട്ട് ചെയ്യുമ്പോൾ ഈഴവൻ്റെ 1 വോട്ടാണ് കിട്ടുന്നത്. അത് ഞാൻ പറഞ്ഞ് കഴിഞ്ഞ ഇലക്ഷൻ വരെ 80% ഈഴവർ വോട്ട് ചെയ്ത് LDFനാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. ഇത്തവണ പിണറായി സഖാവ് 3ാമത് വരും എന്നുള്ള വെള്ളാപ്പള്ളിയുടെയൊക്കെ പ്രവചനം കൊണ്ട് എന്താ വെച്ചാൽ 90% വോട്ട് ഈഴവരും, ബാക്കി 10% വോട്ടാണ്. അതിൽ പകുതികളും BJP കൊടുക്കണ്ടേ, ബാക്കി പകുതിയാണ് UDF കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് UDF കിട്ടുന്നത്. 110 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് ആർക്ക് കിട്ടുന്നത്? നായർ കിട്ടുന്നത് UDFന്. ദളിതാണെങ്കിൽ 12% ഒരു 65% 70% പേര് LDFന് പണ്ടും അതെ. അപ്പോഴും വളരെ കുറച്ച് വോട്ട് കിട്ടുള്ളൂ. ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ 16% 10% അതിൽ ഒരു 3% LDFന് പോകും, ഒരു 2% ഇപ്പോഴത്തെ രീതിയിൽ BJP, ബാക്കി 5%. എന്ന് പറഞ്ഞാൽ 100 വോട്ട് ചെയ്യുമ്പോൾ 5 വോട്ടാണ് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് UDFന് കിട്ടുന്നത്. പിന്നെ ഒരു 3% മറ്റ് ധീവർ അങ്ങനെയൊക്കെ കിട്ടും. അതൊക്കെ നിങ്ങൾ കിട്ടെ. ഇതേ സ്ഥാനത്ത് 40% വരുന്ന മുസ്ലിം സമുദായത്തിൽ ആകെ ചെയ്യുന്ന വോട്ടിൻ്റെ 40% 38% UDFന് കിട്ടും. 2% ഇത്തവണ CPM കിട്ടുള്ളൂ. ആ 2% എങ്ങനെ കിട്ടുന്നത്? മുസ്ലിം നാമധാരികളായ ആൾക്കാർ മാത്രം, നിരീശ്വരവാദികളും യുക്തിവാദികളും പിന്നെ അങ്ങനെയുള്ളവരാണ്. അല്ലാതെ മുസ്ലിം വിശ്വാസമുള്ള ഒരാൾ ഇത്തവണ LDF വോട്ട് ചെയ്യില്ല. കാരണം LDF അല്ലെങ്കിൽ സഖാവ് അത്തകണ്ട് സംഘപരിവാറുമായിട്ട് അറ്റാച്ച് ആയിപ്പോയി.
എന്ത് വിഷയം പറഞ്ഞാൽ അൻവർ വന്നത്? ആ വിഷയം ഹൈജാക്ക് ചെയ്ത് ആ വിഷയം അൻവറും എടുത്ത് വലിക്കുന്നില്ല, പറയാനായിട്ട് UDF ഏറ്റെടുക്കുന്നില്ല, മറ്റു പല വിഷയങ്ങളാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ കുഞ്ഞാക്കായി മുസ്ലിം ലീഗ് ഒരു കാര്യം ചെയ്യണം, നിങ്ങളെ പേര് മാറ്റാനുള്ള തീരുമാനം എടുത്തിട്ട് ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗെന്നോ അല്ലെങ്കിൽ യൂണിയൻ ലീഗെന്നോ മുസ്ലിം ആക്കിയിട്ടാൽ നിങ്ങൾ എന്നിട്ട് നയിക്കണം. നിങ്ങളാണ് 38% വോട്ട് കഴിയുന്ന വിഭാഗം, നിങ്ങളാണ്. അങ്ങനെ വന്നാൽ മുസ്ലിങ്ങൾ എല്ലാവരും തന്നെ ഈ 97% നിങ്ങളുടെ കൂടെ നിൽക്കും, സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ മുസ്ലിം ലീഗ് എല്ലാം വരില്ല, പക്ഷെ സപ്പോർട്ട് ചെയ്യും. അക്ക് വരുമ്പോൾ ഇപ്പം സുരേന്ദ്രൻ 30 സീറ്റ് കിട്ടിയാൽ അല്ലെങ്കിൽ 30 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരിക്കുന്ന പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ആൾക്കാർ കളിയാക്കി വിട്ടിയാന്ന് പറഞ്ഞു. ഒരു കളിയാക്കുമില്ല, കണക്കറിയാവുന്നവർക്കറിയാം, ചിലർക്ക് അറിയില്ലാതെ ഞാൻ പറയാണ്. ആകെ 140 സീറ്റാണ്. അതിന് 3-1 എന്ന് പറഞ്ഞാൽ 47 സീറ്റാണ്. 3-4-12 പോയി 141 സീറ്റ്. അപ്പോൾ 47 സീറ്റാണ് ഒരു മുന്നണിക്ക്. അപ്പോൾ അത്രയൊന്നും 47 അത് മാറിക്കഴിഞ്ഞാൽ ഒരു 30 സീറ്റ് അല്ലെങ്കിൽ 30 സീറ്റ് BJP കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഭരിക്കാനുള്ള ഒരു 47 സ്ഥാനത്ത് ഒരു 51 സീറ്റ് ബാക്കി എത്ര വരും? 35 പോയാൽ ബാക്കി 17 സീറ്റ്. 16 സീറ്റ്. ഈ 16 സീറ്റ് UDFിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കും. അപ്പോൾ 3-1 വരുമ്പോൾ പാർട്ടി മാറുന്ന കുഴപ്പമില്ല. അങ്ങനെ ഭരിക്കാൻ വേണമെങ്കിൽ ഗോവയിൽ ചെയ്ത പോലെ. അപ്പോൾ അത് സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ ആൾക്കാർ സുരേന്ദ്രൻ മണ്ടനാക്കി കളിയാക്കി, അത് പോട്ടെ. അതുപോലെ ആകെ വോട്ട് ചെയ്തതിൻ്റെ 38% വോട്ട് ചെയ്യുന്നത് മുസ്ലിങ്ങൾ വോട്ടാണ് UDFിന് കിട്ടുന്നത്. ആ UDF നയിക്കുന്ന മുന്നണി മുസ്ലിം ലീഗല്ല, മുസ്ലിം കുഞ്ഞാക്ക നടക്കുന്ന മുസ്ലിം ലീഗ് ചെയ്യണം. ഇന്ത്യൻ യൂണിയൻ ലീഗ് ചെയ്യണം. മുസ്ലിം ലീഗല്ല, ഇന്ത്യൻ യൂണിയൻ ലീഗ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പ്രധാനമന്ത്രി ആകാം. ആരും അനുവാദം വേണ്ട. അതിന് നിങ്ങൾ തൻ്റെയും ധൈര്യവും ആത്മാർത്ഥയും സത്യസന്ധയും കരുണയും കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ശാപം വളരെ വലുതായിരിക്കും. ഇത്രയും തുറന്ന് പറയാൻ ഒരു കണക്ക് ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എനിക്ക് മന്ത്രിയാവാനോ MLA ആവാനോ ഞാനൊന്നും മത്സരിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ആറ്റാണ്. ഇത്രയും ശക്തിയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ, ഇത്രയും ശക്തിയുള്ള ഒരു സമുദായത്തിൻ്റെ നേതാക്കളെ ഇട്ട് ആട്ടെന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും തുല്യനീതി വേണം. അതാണ് നമ്മൾ ഉദ്ദേശിച്ചല്ല, മുസ്ലിങ്ങൾ കൂടി ബാധിക്കുന്ന പ്രസ്ഥാനമല്ല, എല്ലാവർക്കും തുല്യനീതി വേണം. ആ തുല്യനീതി വരുമ്പോൾ കുഞ്ഞാക്ക പറഞ്ഞിട്ട് ഇത്രയും ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഇത്രയും ആത്മാർത്ഥമായിട്ട് VD സതീശനോട് പറഞ്ഞിട്ട് സതീശൻ ധിക്കാരവും അഹങ്കാരവും അഹന്തയും അറിവില്ലായ്മയും മണ്ടത്തരവും കുറ്റവാളി പോലെ പെരുമാറിയെങ്കിൽ അതിന് നിങ്ങളെ പാർട്ടിയുടെ പുല്ലോളം വായിക്കുന്നില്ല. ഇനി ഒരു കാര്യവും നിങ്ങൾക്കറിയാം, അറിഞ്ഞ് പറഞ്ഞുതരാം. ഇത് മനഃശാസ്ത്ര കൂട്ടായ്മയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ സതീശനും പാർട്ടിയും നിങ്ങളെ മുന്നണിയിൽ നിന്ന് പുറത്താക്കും. നിങ്ങളില്ലാത്ത ഭരണം അവർ ശ്രമിക്കും. അതെന്തുകൊണ്ട് വിജയിക്കുമെന്ന് വേറെ കാര്യമാണ്. അതും ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിയാലും കോൺഗ്രസ്സിന് വലിയ ക്ഷീണം പറ്റില്ല. കണക്കുകൾ ഉദ്ധരിക്കുകയാണ്. നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. ആകെയുള്ള മുസ്ലിങ്ങൾ 3 മാത്രം നിങ്ങൾക്കോളം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണം കുഞ്ഞാക്ക. ആ 3 മാത്രം മെമ്പർഷിപ്പുള്ള ലീഗാണ് ഇവിടെ കുത്തിക്കായിട്ട് നിൽക്കുന്നത്, ഇവിടെ പരാതി വരുന്നത്. അത് ഒഴിവാക്കണം. 3 വരെ നിങ്ങൾ 90% നിങ്ങളാകാം. അത് നിങ്ങളൊരു ദേശീയ പാർട്ടി ആയിരിക്കണം, മതേതര പാർട്ടി ആയിരിക്കണം, സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരിക്കണം, ജനാധിപത്യവാദി ആയിരിക്കണം, സാഹോദര്യത്തിൻ്റെ പാർട്ടി ആയിരിക്കണം. യാതൊരുവിധ കളങ്കവോ വർഗീയതയോ തീണ്ടിക്കൂടാത്ത മുസ്ലിം സംബന്ധിച്ച് പറയുന്നത് ഞങ്ങൾ പല ആരും പറയുന്നില്ല. ജാതി പാർട്ടിയുള്ള ആ ജാതി പാർട്ടി വേണ്ട. ഇന്ന് ജാതി പാർട്ടി ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ല. അത് മനസ്സിലാക്കുക. ആകെ ഇറ്റലിയിൽ നിങ്ങളുടെ നേതാവ് CHMUയുടെ ചരിത്രത്തിൽ സന്ദർശനത്തിൽ പറയുന്നത് ഇറ്റലിയിൽ ഒരു ക്രിസ്ത്യൻ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അതിപ്പോൾ അതുമില്ല. ലോകത്ത് ഒരു സ്ഥലത്തും ജാതിയുടെ മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടി ഇല്ല. ഇവിടെ നിങ്ങൾ മതം കൊണ്ടെടുക്കല്ലേ. ഇതിൻ്റെ അപകടം എന്ന് വെച്ചാൽ 77 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഇന്ത്യയിൽ വന്നിട്ട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 48-ലാണ്, ഇപ്പോൾ 25-ആണ്. 77 വർഷം. എൻ്റെ പ്രായമാണ് 70 വയസ്സ്. ഈ 77 വയസ്സായിട്ട് നിങ്ങൾ എന്തുണ്ടാക്കി? വർഷം കണ്ടിട്ട് 2-3 സീറ്റ് ഉണ്ടാക്കിയോ? അത് ഇത്രയൊക്കെ ഔദാര്യം കൊണ്ടാണ്. നിങ്ങൾ കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കിയല്ലോ. എന്താണ് ഇന്ത്യയിൽ കോൺഗ്രസ് സഖ്യം നിങ്ങൾക്ക് ദേശീയ ലെവലിൽ ചാൻസ് കിട്ടുന്നത്?
എന്ത് കിട്ടുന്നുണ്ട്? ഇനി കോൺഗ്രസ്സിന് നിങ്ങളുടെ സഖ്യം കൊണ്ട് എന്ത് നേട്ടം കിട്ടുന്നുണ്ട്? ഒന്നും കിട്ടുന്നില്ല. നിങ്ങളുടെ സഖ്യം കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ദേശീയ ലെവലിൽ ഒരു ചുക്കും കിട്ടുന്നില്ല. അപ്പോൾ ഈ നിങ്ങളുടെ സഖ്യം, കോൺഗ്രസിന്റെ സഖ്യം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ചുക്കും കിട്ടുന്നില്ല. വെറും പുകപടലം മാത്രമാണ്. ആകെ കൂടി ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഈ കേരളത്തിലും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഭരണത്തിന് ശ്രമം നടത്തും, അത് വിജയിക്കുകയും ചെയ്യും. അന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ പാതാളത്തിലേക്ക് പോകും. അങ്ങനെ ഒരു അവസരം വരുന്നതിന് മുൻപ് വി.ഡി. സതീശൻ്റെയും ബുദ്ധി കേന്ദ്രങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത് വരുമ്പോഴായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ആ മുസ്ലിം എന്ന പേര് മാറ്റി ഇന്ത്യൻ മൈനോറിറ്റി ലീഗ് എന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ ലീഗ് എന്നോ പറഞ്ഞ് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാം, ഒരു തടസ്സമില്ല, ആരും എതിർക്കില്ല. കാരണം 38% വോട്ട് കിടക്കുന്നത്. ബാക്കി വോട്ട് കണക്ക് പറഞ്ഞല്ലോ, വളരെ ശാസ്ത്രീയമായിട്ട് കണക്ക് പറഞ്ഞത്. ഇപ്പം ഞാൻ തലസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞില്ലേ, ഞങ്ങൾ ശാസ്ത്രീയമായിട്ടും ആഴത്തിലും പഠിച്ചതിന് ശേഷമാണ് ഇപ്പോഴത്തെ തീരുമാനം. ഒറ്റ വാക്ക് പറഞ്ഞല്ല, അത് വർഷങ്ങൾ, ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം, വർഷങ്ങളെടുത്തത്. ഇതുപോലെ മുസ്ലിം ലീഗിനെ കുറിച്ച് ഞങ്ങൾ വർഷങ്ങളെടുത്ത് പഠനം നടത്തി. എന്തുകൊണ്ട് 77 വർഷമായിട്ടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യയിൽ ക്ലച്ച് പിടിക്കുന്നില്ല? 1980 തുടങ്ങിയ BJP 2 സീറ്റ് ഉണ്ടായത്. BJP എങ്ങനെ ഇന്ത്യ ഭരിക്കാം? 80 എത്ര വർഷമായി? ഇപ്പോൾ 20-45 വർഷമല്ലേ ഇട്ടുള്ളൂ. നിങ്ങൾ 7-8 വർഷമായി പ്രായമില്ലേ? എന്നിട്ട് നിങ്ങൾ എവിടെ നിൽക്കുന്നു? 2 സീറ്റായി BJP എവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ജനസംഘം എവിടെ നിൽക്കുന്നു? എന്തുകൊണ്ട്? ഞങ്ങൾ പഠിച്ചെന്നേ. ഞങ്ങളുടെ ഗ്രൂപ്പ് ബുദ്ധിമാന്മാരാണ്, തന്ത്രജ്ഞരാണ്. അവർ എല്ലാം ഈഴ കീറി ട്യൂഷന് പഠിച്ചപ്പോൾ കിട്ടിയ ഒരേ ഒരു പോരായിക ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം എന്ന പദം അതിലുള്ളതാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് നേടാൻ പറ്റാത്തത്. ഞാൻ ഒരിക്കലും വീണ്ടും പറയാണ്, സാമുദായികമായിട്ടോ മതപരമായിട്ടോ ഒരു കുഴപ്പമില്ല. ആ പേരിൽ ഒരു മിസ്റ്റേക്കും ഇല്ല. അത് നല്ലൊരു പേരാണ്, യാതൊരു പറയില്ല. പക്ഷെ രാഷ്ട്രീയമായിട്ട്, ഭൗതികമായിട്ട് വരിക, ആത്മീയമാണ് വരും. അങ്ങനെ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലത്, നാടിനും നല്ലത്. നിങ്ങൾക്ക് അന്തസ്സായിട്ട് മുഖ്യമന്ത്രിയാകാം. തന്നെയുമല്ല, ഈ എല്ലാ പാവപ്പെട്ട പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങൾ ചേർത്ത് പിടിച്ച് അവരെല്ലാം സഹായിക്കുക. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ നേതാവ് CH മുഹമ്മദ് സാഹിബ്, എൻ്റെ സ്നേഹിതൻ MP വേലായുധൻ, PM വേലായുധൻ വേണം, അത് BJP, ഇത് MP വേലായുധൻ, പുള്ളി BSPയിലാണ്. അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു അതിർത്തി തർക്കമുണ്ടായി, കിഴക്കാനസം മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, പറഞ്ഞിട്ട് CH മുഹമ്മദ് സാഹിബ് അദ്ദേഹത്തെ അടുത്ത് വന്നിട്ട് പുറത്ത് തട്ടി പറഞ്ഞ, മോനെ അങ്ങനെ പറഞ്ഞത്, എൻ്റെ സുഹൃത്തായിട്ട് പറഞ്ഞേ, ഒന്നുകൊണ്ട് നീ പേടിക്കണ്ട, ഞങ്ങളെല്ലാം നിങ്ങളുടെ പുറകിലുണ്ട്. അങ്ങനെ സമാധാനമായിട്ട് ഒരാഴ്ച 2 ആഴ്ച കിടന്ന് മാസം മാറി കേസ് പിൻവലിച്ച്. അതാണ് CH മുഹമ്മദ് സാഹിബ്. അതുപോലെ മുസ്ലിം ലീഗ്, നിങ്ങൾ ഷിഹാബ് പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, നിങ്ങൾ മനുഷ്യത്തുള്ളവരാണ്, മാന്യനാണ്, അത് സംശയമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കുന്നത് അതറിയാലോ. അത് നിങ്ങൾ മുഖ്യമന്ത്രി ആകുമെന്ന് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി ആകുമെന്ന് കണ്ടപ്പോൾ ഈ വക്രബുദ്ധിയുള്ള ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയാണ്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് 100% അറിയാം നിങ്ങളതിൽ നിരപരാധിയായിട്ടാണെന്ന്, നിങ്ങളെ കുത്തിയെടുത്താണ്, അല്ലെങ്കിൽ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിവെച്ച് ആ ചിത്തിയൊന്നുമില്ല. നിങ്ങളിപ്പോൾ ഏതാണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിങ്ങളോട് കിടപിടിക്കുന്ന ഒരാളും കേരള രാഷ്ട്രീയത്തിലില്ല. ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്ന് കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച് 26 ഇലക്ഷന് നിങ്ങൾ നേതൃത്വം കൊടുക്കാൻ, അതിന് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യാൻ അവസരമുണ്ട്. പക്ഷേ അവിടെ നിങ്ങൾ ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വന്ന് കോൺഗ്രസിൻ്റെ വാലായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അള്ളാഹ്ക്ക് കുത, നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു നേട്ടം എത്താൻ പറ്റില്ല. മാത്രമല്ല, നിങ്ങൾ സതീഷിനെ അല്ലെങ്കിൽ അവരെ പോലെ വാലായിട്ട് പുറകിൽ നിൽക്കേണ്ടി വരും. അത് പാടില്ല, അത് അപകടമാണ്, അത് അശാസ്ത്രീയമാണ്, അയുക്തികമാണത്. അത് ചെയ്യരുത് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് പ്രത്യേകം നിർത്തുന്നു. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.